എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, അത് ISL നിർത്താൻ പോകുന്നു എന്നൊക്കെ കേട്ടല്ലോ, വീഡിയോ ഒന്നും ചെയ്യുന്നില്ലെന്ന്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത്. സോ എല്ലാവരും അവസാനം വരെ കാണാനായി ശ്രമിക്കുക. നിങ്ങൾക്കറിയാം FSDലും AIFും എല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയൊരു ലീഗാണ്. നീത അംബാനിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയൊരു ലീഗാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു IPL പോലൊരു ഫ്രാഞ്ചൈസി ലീഗ് മാത്രമായിരുന്നു, 8 ടീമുകൾ മാത്രമുള്ള മാർക്കി പ്ലെയർ. നിങ്ങളിപ്പോൾ ഈ ഒരു പ്ലേയേഴ്സിൻ്റെ പേരൊക്കെ കേട്ടാൽ ഞെട്ടും. കാരണം പെസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് ഇപ്പോഴത്തെ ഈ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ ഒരു 2000 കിഡ്സിന് മനസ്സിലായത് ഇവരൊക്കെ ഇത്രയും വലിയൊരു പ്ലേയേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം. അവരൊക്കെ ഇവിടെ ഒന്ന് കളിച്ചു. ഡെൽ പീറോ, റോബർട്ടോ കാർലോസ്, ഇത്രയും വമ്പൻ താരങ്ങൾ ഇവിടെ ഒന്ന്, നെസ്റ്റർ പോലുള്ള വമ്പൻ താരങ്ങൾ ഇവിടെ ഒന്ന് കളിച്ചു എന്ന് പറയുമ്പോൾ ഞെട്ടിലാണ്. അന്ന് ഇതൊന്നും നമുക്ക് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. സോ എന്തായാലും അങ്ങനെ ഒരു ലെജൻസിനെ കൊണ്ട് തുടങ്ങിയ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ്, അതായത് ഓൾഡ് കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ്, അല്ലെങ്കിൽ അന്നത്തെ ഫുട്ബോളിനെ താങ്ങി നിർത്തിയ ക്ലബ്ബ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ആണെങ്കിൽ, പുതിയ കാലഘട്ടത്തിൽ ഈ ക്ലബ്സിനെ താങ്ങിയെടുത്ത് ഫുട്ബോളിന് പുതിയൊരു ലെവൽ കൊണ്ടാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബാണ് എന്ന് തന്നെ പറയണം. സോ എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതായത് ISL നിർത്താൻ പോവുകയാണ് എന്നതരത്തിലുള്ള വാർത്ത വന്നു. അതായത് AF ആ ഒരു MRIയിൽ ഒപ്പിടുന്നില്ല. അതായത് എല്ലാവരോടും ഒരുമിച്ച് ലീഗിൻ്റെ എക്സ്പെൻസ് വഹിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയർ എല്ലാവർക്കും ഒരുമിച്ച് ഷെയറാക്കി എടുക്കാം എന്നൊരു ഡിസിഷനോട് നമ്മുടെ AF അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഓണർ, അതായത് FSDLൻ്റെ ചെയർമാൻ നമ്മുടെ ക്ലബ്സിൻ്റെ ഓണേഴ്സിനെ എല്ലാം കണ്ടു പറഞ്ഞു, AFുമായിട്ട് ഈ ഒരു MRI സൈൻ ചെയ്തില്ലെങ്കിൽ ഈ ISL നടക്കുന്ന കാര്യം സംശയമാണ്, നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും എത്രയെന്ന് വെച്ചാൽ FSDL 500, 1500, 5000 കോടിയുടെ നഷ്ടമൊക്കെ താങ്ങുന്നത്. ഒരു 10 വർഷം കൂടുമ്പോൾ 5000 കോടിയുടെ നഷ്ടം, ഒരു വർഷം 500 കോടിയോളം നഷ്ടം എങ്ങനെ വലുതാവും? അറ്റ്ലീസ്റ്റ് AFിനൊരു കുറച്ചെങ്കിലും ഒരു ബുദ്ധി കാണിച്ചൂടെ? ഒരു ലീഗ് നടക്കുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ നടന്നു പോകുന്നു, നല്ല ക്വാളിറ്റി നടന്നു പോകുന്നുണ്ട്, അത് FSDL കാരണമാണ്. അല്ലാതെ പക്ഷം ഇതുപോലൊരു ലീഗും മറ്റൊരു കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ള കാര്യം AFിന് നല്ല രീതിയിൽ അറിയാം. പിന്നെ അവരൊരു 50 കോടി രൂപ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ 100 കോടി രൂപ കിട്ടാൻ വേണ്ടി അവരിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ലീഗ് നടക്കണം, എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർ എന്താ പറയുക, ഇത് FSDL തന്നെ കൊടുക്കണം. AF അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. AF ഇടപെടണം, ബട്ട് FSDL എന്ന് നയിക്കട്ടെ, അതാണ് നല്ലത്. കാരണം FSDL ആണ് ഈ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഈ ഒരു ടൈപ്പ് ഓഫ് ലെവൽ ലീഗ് ആക്കിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ FSDL വിട്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിത് വിട്ടുപോകാനൊന്നും ഒരു സാധ്യതയില്ല. കാരണം ഇത് തുടങ്ങിയത് തന്നെ ISLന് വേണ്ടിയാണ്. FSDL തുടങ്ങിയത് തന്നെ ISLന് വേണ്ടിയാണ്. പിന്നെ അവർ യൂത്ത് ഡെവലപ്മെൻറ്റിലും അത്യാവശ്യം നല്ല രീതിയിൽ, റിലയൻസ് പോലുള്ള യൂത്ത് ഡെവലപ്മെൻറ്റിലും അത്യാവശ്യം നല്ല ഇത് നടന്നുണ്ട്. സോ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ FSDLൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ അവരത് നിർത്തിയിട്ട് പോകുന്നതൊക്കെ തോന്നുന്നുണ്ട്. അവർ നടത്തിയിട്ടൊന്നും പോകുന്നില്ല. ഏത് വിധേനയും AFിനെ കൊണ്ട് അവർ സൈൻ ചെയ്തത് മേടിപ്പിച്ചിരിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവർ AFിന് മനഃപൂർവ്വം പ്രഷർ ഇടുകയാണ്. അതായത് നടക്കത്തില്ല, ISL ഈ ഒരു ലെവലിൽ ടെലികാസ്റ്റ് ചെയ്യാൻ വേറെ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. അത് നല്ല രീതിയിൽ AFിനും അറിയാം, FSDLനും അറിയാം. സോ FSDL ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും അറിയാം, അതായത് എന്തായാലും ഇവർ ഒപ്പിടുവെന്ന്. സോ എന്തായാലും AF ഒപ്പിടാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ എന്താ, കല്യാൺ ചൗബയുടെ കാര്യം പോക്കാം, പുള്ളി തീർന്നു എന്ന് തന്നെ പറയാം. അത് ഫുട്ബോളിനെ മൊത്തം നശിപ്പിച്ചെന്ന് ആൾക്കാർ പറയും. നിങ്ങളുടെ അഭിപ്രായം കണ്ടുപിടിച്ച് പറയാം. അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ. FSDL സൈൻ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ISL നടക്കുകയൊക്കെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം.